നിങ്ങളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ കണ്ടിരിക്കണം. ഒരു സംരംഭകനാണെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കണം. നമ്മുടെ സ്ഥാപനങ്ങളിൽ എംപ്ലോയീസിന് ഒരു കരിയർ ലാഡറുണ്ട്. അവരുടെ ഗ്രോത്ത് പാത്ത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ ജോലി ചെയ്യണമെങ്കിൽ ആദ്യം മനസ്സിലാവുക, ഞാനും നിങ്ങളുമൊക്കെ ഒരു സ്ഥാപനത്തിലേക്ക് ട്രെയിനി ആയിട്ടാണ് കടന്നു ചെല്ലുന്നത്. ആ ട്രെയിനി ആയി കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ തുടക്കം എങ്ങനെയാണ്? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ആ സ്ഥാപനത്തിനെക്കുറിച്ച് പഠിച്ച് നമ്മളൊരു നല്ല പെർഫോമറാണ്, നല്ലൊരു കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ്, വളരണമെന്ന ആഗ്രഹമുണ്ട്. ആ കോംബോ എന്ന് ശ്രദ്ധിച്ചോളെ, പെർഫോമറാണ്, കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ്, അതുകൂടാതെ വളരണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആ സ്ഥാപനം നിങ്ങൾക്ക് അടുത്ത ലെവലിലേക്ക് എത്തിച്ചു തരും. സൂപ്പർവൈസർ, ഓഫീസർ എന്നൊക്കെ നമ്മളോട് പറയും. ആ ലെവലിൽ നിന്നുകൊണ്ട് അപ്പം നിങ്ങൾ പെർഫോമറാണ്, കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ്, വളരണമെന്ന ആഗ്രഹമുണ്ട്, കൂടെയുള്ളവരെ മാനേജ് ചെയ്യാനും അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ മാനേജർ പോസ്റ്റിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. പെർഫോമറാണ്, കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ്, വളരണമെന്ന ആഗ്രഹമുണ്ട്, കൂടെയുള്ളവരെ മാനേജ് ചെയ്യാനും അറിയാം, അവരെ കൊണ്ട് പെർഫോം ചെയ്യിക്കാനും അറിയാം, ഒരു മാനേജർ പോസ്റ്റിലെത്തി. പിന്നീട് നിങ്ങൾ ഏതെങ്കിലും ഒരു കർമ്മമേഖല കണ്ടുപിടിച്ച് ആ വേർട്ടിക്കൽ ചിലപ്പോൾ ഒരു ഫിനാൻസിൻ്റെ ഹെഡായിരിക്കാം, സെയിൽസിൻ്റെ ഹെഡായിരിക്കാം, ആ ലെവലിലേക്ക് എന്ന് വെച്ചാൽ ആ വെർട്ടിക്കൽ തന്നെ അത് മൊത്തമായി നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു GM, ജനറൽ മാനേജർ എന്ന രീതിയിലേക്ക് നിങ്ങൾ ഉയർന്നു വരാം. പക്ഷെ ഞാനിന്ന് ഈ വീഡിയോ ഇട്ടത് ഈ ലെവൽ പറയാനല്ല, അടുത്തൊരു ലെവൽ പറയാനാണ്. ഇൻട്രാപ്രണർ. നെഞ്ചിൽ കുത്തിവെച്ചോ, പുസ്തകത്തിൽ കുറിച്ചു വെച്ചോ, ഇൻട്രാപ്രണർ. ഓൺട്രപ്രണർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്, സംരംഭകൻ, സംരംഭക. ഞാൻ പറഞ്ഞ വാക്ക് ഇൻട്രാപ്രണറാണ്. ആരാണ് ഈ ഇൻട്രാപ്രണർ? ചില ആൾക്കാർ ഈ സ്ഥാപനത്തിൽ അത് സ്വന്തം സ്ഥാപനത്തെ പോലെ കൊണ്ടു നടന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഉടമകളുടെ അതേ ലെവലിലേക്ക് എത്തും. അവർ ഡയറക്ടറാക്കും, പാർട്ട്ണറാക്കും, അല്ലെങ്കിൽ വൈസ് പ്രസിഡൻ്റാക്കും, CEO ആവും, CFO ആവും, CMO ആവും, CTO ആവും. ഇവർ ഉയർന്ന തസ്തികയിലേക്ക് കയറി വരും. ഇവർക്ക് ഈ സ്ഥാപനം സ്വന്തം സ്ഥാപനത്തെ പോലെയാണ്. ആ പോസ്റ്റിലേക്ക് വരുമ്പോഴാണ് നിങ്ങൾ പൂർണ്ണതയിലെത്തുന്നത്. ഞാൻ കണ്ടിട്ടുള്ള 95% ആൾക്കാരും ഈ എംപ്ലോയി മൈൻഡ് സെറ്റിലാണ്. ഞാൻ ജോലി ചെയ്യുന്നു, ശമ്പളം തികയുന്നില്ല, കങ്കാരു ചാടുന്ന പോലെ അടുത്ത കമ്പനിയിലോട്ട് ചാടുന്നു. ചിലർ ഓഫീസർ പോസ്റ്റിലെത്തി, ഇനി എനിക്ക് മുകളിലേക്ക് പോകേണ്ട, സ്റ്റക്കാവുന്നു. മാനേജർ പോസ്റ്റിലെത്തി, അവിടെയും സ്റ്റക്കായി. അവിടെയല്ല, ഇൻട്രാപ്രണർ ആവുക. നിങ്ങളൊരു ഇൻട്രാപ്രണറാണോ? നിങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ അത് സ്വന്തം സ്ഥാപനത്തെ പോലെ കൊണ്ടു നടന്ന് അതിന് ഏറ്റവും മുകളിലെത്താൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ അത്തരം ആൾക്കാരെയാണ് സംരംഭകർ നോട്ടമിടുന്നത്. ലെസ് ദൻ 1% ആണ്. ഞാൻ ഈ പാറ്റേണിൽ വന്നതാണ്. ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടാണ് എൻ്റെ കരിയർ തുടങ്ങിയത്. 6 മാസം കൊണ്ട് മാനേജറായി. അതേ സ്ഥാപനത്തിൽ 3 വർഷം 3 മാസം കൊണ്ട് ഡയറക്ടറായിരുന്നു. 13 കൊല്ലം കഴിഞ്ഞ് റിസൈൻ ചെയ്തിട്ടാണ് ഞാൻ ഈ കോർപ്പറേറ്റ് ട്രെയിനിങ് കോച്ചിങ് കുപ്പായം എടുത്തിട്ടത്. ആൻഡ് ഐ വോണ്ട് ടു ടെൽ യു ദ സെയിം തിങ്. ഇവിടെ ഇരിക്കുന്ന ആർക്ക് വേണമെങ്കിലും, ഈ കേൾക്കുന്ന ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്കുമാവാം ഒരു ഇൻട്രാപ്രണർ. നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ, സംരംഭകരാണെങ്കിൽ ശ്രദ്ധിക്കുക, നമുക്ക് ഇത്തരം ഇൻട്രാപ്രണേഴ്സിനെ നമ്മുടെ സ്ഥാപനത്തിൽ വളർത്തിയെടുത്താലേ നമ്മൾ ഫ്രീ ആവൂ, സംരംഭം വളർത്താനാവൂ. അങ്ങനെ ഒരു ലോകത്തേക്കായിക്കോട്ടെ നിങ്ങളുടെ യാത്ര.